ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോറി ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏട്ടാ ഒന്നിറങ്ങി പോന്ന്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസമാണ്. ഇവിടെ നമ്മുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഉണ്ണിയുണ്ട്, അനന്തും, പിന്നെ അനിലുണ്ട്, പിന്നെ ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാവരും അവരൊക്കെ ഈ പൂക്കളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ വെറുതെ നോക്കിയിരിക്കുകയാണ്. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ അകത്ത് അമ്മ കുറേ പരിപാടികളൊക്കെയാണ്. അപ്പം എല്ലാവരുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇടം വരെയായി. എല്ലാവരും പൂക്കളമൊക്കെ ഇട്ട് സദ്യയൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ടൊക്കെ ഓണമൊക്കെ ആഘോഷിക്കി. പിന്നെ പുറത്തേക്ക് കൂടി വണ്ടി പോയി. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അമ്മ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ ഓണത്തിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുള്ള് ഇങ്ങനെ. അമ്മ എത്ര മണിയാകുമ്പോൾ 12 മണിയായി. അമ്മ ഇപ്പോഴും പണിയിലാണ് ഫുള്ള് അല്ലേ? അമ്മ എന്തേലും പറ. നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിളാണ് അല്ലേ അമ്മ? അമ്മതേ അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഇനി നാളെ എന്നാണ് സദ്യയുടെ എല്ലാ സാധനമൊക്കെ സെറ്റായ. അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയത്? അമ്മയുടെ ഇഞ്ചിക്കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും അമ്മ ഇവിടെ അമ്മക്ക് കുറച്ചും കൂടി പണിയുണ്ട്. അമ്മ അതൊക്കെ നടക്കട്ടെ. അപ്പം നമുക്ക് ഫ്രണ്ടിൽ അമ്മ അങ്ങോട്ട് വരൂലേ? നമുക്ക് ഫ്രണ്ടിൽ അവർ പൂക്കളമൊക്കെ ഇടണ്ട അങ്ങോട്ടോ. ഇന്ന് അച്ഛൻ ഉറങ്ങി. അച്ഛന് വയ്യായിരുന്നു. അച്ഛന് പനിയാണ്. അപ്പം അച്ഛൻ അതുകൊണ്ട് പനിയില്ല, ചുമയും അങ്ങനെയൊക്കെ അച്ഛന് തീരെ വയ്യായിരുന്നു. അപ്പം അച്ഛൻ കുറച്ച് നേരം മുന്നേ പോയി കിടന്ന്. പിന്നെ അമ്മാമ്മയാണെങ്കിലും അമ്മാമ്മ ഉറങ്ങിയാണ്. അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഗോലേ ഒന്ന് കറിക്കരിയാൻ പറഞ്ഞവന്മാരൊന്നും അറിയൂല. പൂവ കരിയണോക്ക് എനിക്കൊക്കെ നല്ല ഭാവി ഉണ്ടടാ. നോക്കട്ടെ. ഉണ്ണി ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ ഗൈസ്. മാറിയല്ലേ? ഇപ്പൊ എക്സ്ട്രോവേർട്ടാണോ? കുറേ പൂവുണ്ട്. ഇഷ്ടമല്ലാത്ത ആര് അവിടെ ഉള്ള ഏറ്റവും പാവനാണ്. ഇവിടേക്ക് അച്ഛൻ്റെ കുരുത്തോലേക്ക് അച്ഛൻ നേരത്തെ തന്നെ കുരുത്തോലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടാ. പിന്നെ അമ്മ ഇത് ഇന്നലെ ഇട്ട കളവാണ് കേട്ടോ. നല്ല അവിടെ ഇട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അത് ഓൾറെഡി ഞങ്ങളെടുത്ത് അവിടെ കളറിടാൻ വേണ്ടി മാറ്റി. പിന്നെ ബാക്കി ഇവിടെ അമ്മ എന്നാണ് പടിക്ക് പുറത്ത് വരെ കളറിടുന്നുണ്ടായി. അങ്ങനെ കടാ. പിന്നെ മുകളിലൊക്കെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇന്നെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ മുകളിലൊക്കെ ഞങ്ങളെല്ലാ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗൈസിയാലോലാദികളെല്ലാം കൂടെ എളുപ്പമുള്ള പൂവൊക്കെ ഉമ്മാര് നന്നാക്കിയിട്ടുണ്ട്. പാടുള്ളത് എനിക്കാണ്. ഇനി അതച്ഛനും നന്നാക്കി എന്നിട്ട് ഉമ്മാര് മുങ്ങി. തൈല് വരച്ചിട്ട് ചോപ്പ് വെച്ച് തെളിയണം. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങള് അരിപ്പൊടി തൂവിയിട്ട് അതുമ്മേ കൂടെ വരയ്ക്കണം. അനിലിന്റെ ബുദ്ധിയാണ്. ഈ പഠിപ്പിനെ അനിലിന്റെ ബുദ്ധിയാണ്. അനിൽ ഞങ്ങളുടെ അനിയനാണ്.
ഉണ്ണിക്ക് നമുക്ക് യൂട്യൂബിലൊരു സെറ്റ് ചെയ്താലോ ഉണ്ണി? ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന് കല്യാണം ആലോചിക്കുന്നുണ്ട്. സുന്ദരൻ, സുമുഖൻ, നല്ല സ്വഭാവം അല്ലേ, സൽഗുണ സമ്പന്നൻ, സ്വഭാവി. അപ്പൊ നല്ല കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികളുടെ ആലോചനകൾ സ്വീകരിക്കുന്നു. ഉണ്ണി നോക്കി ഇന്നുണ്ണിനെ ചിരിച്ചുണ്ട്. അങ്ങനെ ദേ നമ്മൾ കളമൊക്കെ ഇട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കളവിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈലിൽ വരച്ചിട്ട് ചോക്ക് വെച്ച് വരച്ചിട്ട് തെളിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് അരിപ്പൊടിയുടെ മുകളിലാണ് കളം വരച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുത്തു. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ വെളുപ്പിനായിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതലും ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിലും ഉണ്ണിക്കുട്ടനും പിന്നെ അതുപോലെ എൻ്റെ ചേട്ടനൊക്കെ കൂടിയാണ്. പിന്നെ ഞാനും എന്തും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് തുമ്പക്കടമൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്ത് സെലിബ്രേഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ 2 പേരുണ്ട് കേട്ടോ. ഞങ്ങളുടെ അനിയനും അനിയത്തിയും. അവർ 2 പേരും കൂടി ഇല്ല, UK അപ്പോൾ അവനാണെന്നുണ്ടെങ്കിലും എല്ലാ സെലിബ്രേഷനും മിസ് ചെയ്യാണ്ട് ഇങ്ങനെ കൂടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുണ്ടായെങ്കിൽ കുറച്ചും കൂടെ കളറായാനായിട്ടാണ് നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ. അങ്ങനെ ദേ ഫൈനലി നമ്മുടെ കളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കളമൊക്കെ. അങ്ങനെ ഞങ്ങളിതേ കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ ദേ ഓണം കൊള്ളാനായിട്ടുള്ള പരിപാടികളാണ്. വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ നമ്മൾ മാവേലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ അച്ഛനും എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ദേ ചിരാതിലൊക്കെ തിരിയൊക്കെ ഇട്ട് അതൊക്കെ കൊളുത്താൻ നോക്കുന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിലും ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓണം കൊള്ളാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ദേ അമ്മ അതൊക്കെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മയും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനെയും എൻ്റെ ചേട്ടനെ കണ്ടപ്പോൾ അമ്മാമ്മ ഇങ്ങനെ അവരോട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. എവിടെ കണ്ടത്? ഫ്രണ്ടിൽ വെച്ചോ. തേങ്ങ പൊട്ടിച്ചിട്ട് 2 വെള്ളമൊഴിച്ച് അവിടെ ചെന്ന് കുട്ടിക്ക് പുറത്ത് വെച്ച് ചെയ്താലും മതി. തൃക്കാക്കരപ്പോ മഹാദേവോ ഞാനിട്ട പൂക്കളം കാണാൻ വയോ. തൃക്കാക്കരപ്പോ മഹാദേവോ ഞാനിട്ട പൂക്കളം കാണാൻ വയോ. മഹാദേവോ ഞാനിട്ട പൂക്കളം കാണാനും പോയോ. അതെന്തോ
അങ്ങനെ ദേ നമ്മൾ ഓണങ്ങളിലൊക്കെ കഴിഞ്ഞ് ദേ അട വെച്ചിട്ടുണ്ട്, പിന്നെ വിളക്കൊക്കെ കത്തിച്ചായിരുന്നു, പിന്നെ ആർപ്പൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ചട്നിയൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ഉച്ചക്കലത്തെ സദ്യയുടെ എല്ലാ കറികളും പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അപ്പം തന്നെ അല്ല കേട്ടോ, കുറേ കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് നമ്മളിത് ഈ സദ്യ എടുക്കണം. അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മളിത് ഇലയൊക്കെ ഇട്ടു, പിന്നെ ദേ കായർത്തതും പിന്നെ ശർക്കര വരട്ടിയും അങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങനെ ആയിട്ട് വിളമ്പി അങ്ങനെ എല്ലാ ഐറ്റംസും ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഇലയിലൊക്കെ വിളമ്പിയത്. അപ്പോൾ നമ്മുടെ ജാൻസിയലുമേയും പിന്നെ അതുപോലെ തന്നെ ജോയിലിച്ചനും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മുടെ ഒപ്പം സദ്യ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇലയിലേക്കിട്ട് സദ്യയൊക്കെ വിളമ്പി എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഇതുപോലെ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇത് വല്യമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം, കാരണം വല്യമ്മയ്ക്ക് നടുവിന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്യമ്മക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് വല്യമ്മ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ വല്യച്ഛനും വിളമ്പാൻ കൂടുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതേ സദ്യയൊക്കെ വിളമ്പി നമ്മളതേ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികളാണെങ്കിലും, പിന്നെ അതുപോലെ നല്ല സൂപ്പർ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം നമ്മളെല്ലാവരും തീ കഴിച്ചു. അച്ഛനാണെങ്കിൽ പക്ഷേ പനിയൊക്കെ കാരണം അച്ഛൻ ഒരുപാട് കഴിച്ചില്ല കേട്ടോ. അച്ഛൻ കുറച്ച് കഴിച്ചിട്ട് അച്ഛൻ നിർത്തിയായിരുന്നു, ഞാനിത് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ ഇല കണ്ടുകഴിഞ്ഞാൽ ഇലയിൽ ഞാൻ ഒന്നും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇലയിൽ നിന്ന് ഞാൻ എല്ലാവരും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇങ്ങനെ ഫുഡ് നിറഞ്ഞിരുന്നതെല്ലാം കഴിച്ചത് ഈ കാലിലേക്ക് ഇത് കാണാൻ നല്ല സുഖം, നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സദ്യ കഴിച്ച് ഇങ്ങനെ എല്ലാം ഫുള്ളാക്കി എന്താ പറയുക ഫിനിഷ് ചെയ്യണത് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും റെഡിയായി അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അമ്മാമ്മയുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പിന്നെ അവിടെ ചെറിയമ്മയും ചെറിയച്ഛനും പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ആ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ അമ്മാമ്മ. വേറെ ദിവസം ഞാൻ അമ്മാമ്മേനെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇനി അമ്മേനെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി തന്നെ ഇറ്റ്സ് മീ ശുഭശ്രീ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.